ഋഷിയ സിംഗോ മറ്റോ അത് തെറ്റാണ്, അത് പോലീസ് ചെയ്യുന്നത്, പോലീസിനെ അങ്ങനെ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവന മനോരമയിൽ വലിയ വാർത്ത വന്നു. അപ്പം ഞാൻ അന്ന് ശബരിമലയുടെ സ്പെഷ്യൽ ഓഫീസർ കൂടിയാണ്. അന്ന് എഴുതി പോലീസ് സാറാണെന്ന് തോന്നുന്നു എൻ്റെ മുകളിലുള്ളത്. പക്ഷേ ഞാനാണ് അവിടെ കംപ്ലീറ്റ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടേക്ക് അതിനിടയ്ക്ക് എന്താണ് ഒരു മന്ത്രിയുടെ പേരിലുള്ള ഒരു അന്വേഷണം വന്നിട്ട്, രാമേന്ദ്രൻ എന്ന് പറഞ്ഞ വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു, ഹെൽത്ത് മിനിസ്റ്റർ, അങ്ങയുടെ പേരിൽ എന്തോ ആശ്രമം വന്നിട്ട് അതിൻ്റെ എൻക്വയറി എനിക്ക് തന്നിരിക്കുക. അപ്പോൾ എൻക്വയറി റിപ്പോർട്ട് കൊടുക്കണം. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ഇയാൾ സൽകുമാർ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻക്വയറി റിപ്പോർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പോയി അവിടെ പോയി ജോലി നോക്കുന്ന സമയം കാലത്ത്, അപ്പം ഞാൻ രാത്രി തീരെ എനിക്ക് ഒന്ന് 5 മണിക്ക് മറ്റാണ് കിടന്നുറങ്ങുന്നത്. ഒരു 7-7:30 ആയപ്പോൾ പത്രക്കാരോ വന്ന് അവരിങ്ങനെ ചോദിച്ച സമയം നമ്മൾ ചടവിലാണ് ആക്ച്വലി. ഋഷിയ സിംഗ് എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഋഷിയ സിംഗ് ഇവരും ആക്ഷേപം ഉന്നയിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ പൈസ പിരിച്ച് അയാൾക്ക് കൊടുത്തിട്ടുള്ളതാണ്, ആ പൈസയുടെ കണക്കൊന്നും അയാൾ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചും കൊണ്ട് ഡിഫമേഷൻ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തു. എവിടെ? ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതി, CJM കോടതിയിൽ. അങ്ങനെ നിങ്ങളെല്ലാം അറിയുന്ന ഋഷിയ സിംഗ് അല്ല അങ്ങനെ ചില കാര്യങ്ങളിൽ. അപ്പോൾ ഋഷിയ സിംഗ് ആ കേസൊക്കെ കൊടുത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടസ്റ്റ് ചെയ്ത് ഞാനും കണ്ടസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവസാനം കോടതിയുടെ ഓർഡർ വന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഐ ടോൾഡ് ഈസ് അബ്സല്യൂട്ട്ലി ട്രൂ, വാട്ട് ഹി ടെൽ ഈസ് അബ്സല്യൂട്ട്ലി, അതിലൊരു കേസില്ല, ഹി ഹാസ് നത്തിങ് എൽസ് ടു ടെൽ. ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് കേസ് വിൽ നോട്ട് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യും. മനസ്സിലായോ?